പിതാവിനും പുത്രനും പരിശുദ്ധരുമായും സ്തുതി ആദിവലത്തേക്ക് തന്നെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് സഭാമക്കളെ ഉദ്ദേശിച്ചിടത്തോളം കാനോനികമായ ഒരു നോമ്പല്ലെങ്കിലും ഇന്ന് മുതൽ 8 ദിവസത്തേക്ക് ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാൾ കൊണ്ടാടുന്ന ഒരുക്കം കൂടെയാണ് എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. ഇതിൻ്റെ ആരംഭ ദിവസമാണ്. ഒരമ്മയെ ഓർത്ത് അമ്മയുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി ഒരമ്മ എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും മാർഗമാണ് ദൈവമാതാവ്. അമ്മമാരോർത്തിരിക്കുക. കർത്താവായ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ജന്മം നൽകുവാൻ ശരീരം കൊടുത്ത ആളാണ് അമ്മ. ആ ശരീരം നൽകിയ അമ്മയുടെ ജീവിതം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആ അമ്മ എങ്ങനെ തൻ്റെ മകനെ സ്നേഹിച്ചു, മകനെ കരുതി എന്നത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്. നാം എല്ലാവരും നോമ്പ് നോക്കുന്നുണ്ട്. 8 നോമ്പിന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് വേറൊരു ചിന്തയിലേക്ക് കടന്നു പോകരുത്. ഞാൻ പറയുന്നത് വിമർശിക്കുകയാണെന്നും തോന്നരുത്. മറ്റ് 5 നോമ്പ് നമ്മൾ നോക്കിയില്ലെങ്കിലും ഈ 8 നോമ്പ് എല്ലാ അമ്മമാരും നോക്കും. അങ്ങനെയും അമ്മയെ ഒരു പേടിയുണ്ട്. എന്നാൽ ഈ നോക്കുന്ന അമ്മമാര് അല്ലെങ്കിൽ അപ്പന്മാര് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കുന്നത് നല്ലത്. മകനെ പേടിച്ചില്ലേലും അമ്മയെ ഭയക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകും. അപ്പോൾ ഈ ഭയക്കുന്ന അമ്മമാര് അല്ലെങ്കിൽ അപ്പന്മാര് അല്ലെ അച്ഛന്മാരെ, ഇപ്പം ഡാഡിയും മമ്മിയും അമ്മയും അപ്പനും ഇല്ലല്ലേ, പോട്ടെ, എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയാണ് എൻ്റെ ജീവിതം എന്നൊന്ന് പരിശോധിക്കുന്നതല്ല. ഒരമ്മയെന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, കരുതലിൻ്റെ ഉറവിടമാണ്, നന്മയുടെ ഉറവിടമാണ് അല്ലേ? ഒരമ്മ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, നന്മയുടെ ഉറവിടമാണ്, കരുതലിൻ്റെ ഉറവിടമാണ്, പങ്കിടുന്നതിൻ്റെ ഉറവിടമാണ്. മക്കൾ കഴിച്ചു കഴിയുമ്പോൾ അമ്മയുടെ വയറ് നിറയും അല്ലേ? അപ്പം അമ്മ എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ഗുണമുള്ള, വളരെയധികം ശ്രേഷ്ഠതയുള്ള, വളരെയധികം അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഈ അമ്മയെ ഓർത്ത് നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ, അല്ലെ അമ്മയുടെ വാങ്ങിപ്പെരുന്നാൾ കൊണ്ടാടി കഴിഞ്ഞുള്ള 3-ാം ആഴ്ചയിലാണേലും ഈ 8 ദിവസം നമ്മൾ ഓർക്കുമ്പോഴൊക്കെയും നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ, നമുക്ക് മാധ്യമങ്ങൾ നോക്കിയാൽ അമ്മയുടെ ഗുണങ്ങൾ അറിയാം അല്ലേ? ഞാൻ പറയാതെന്നില്ല, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, ബലിപീഠത്തിനകത്ത് നിന്നുകൊണ്ട്. ഒരമ്മയുടെ ഗുണങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ നോക്കി നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയൊക്കെയുള്ള അമ്മമാരുണ്ടെന്നുള്ളത്. കച്ചവടം ചെയ്യുന്ന അമ്മമാരുണ്ട്, കാഴ്ചവെക്കുന്ന അമ്മമാരുണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള അമ്മമാരുണ്ട്. അതാണോ എൻ്റെ കർത്തവ്യം എന്ന് പ്രത്യേകിച്ച് ഓർക്ക് ആരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 8 ദിവസം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ദൈവമാതാവ് എങ്ങനെ തൻ്റെ മകനെ സംരക്ഷിച്ചു, ഗർഭസ്ഥയായ അവസ്ഥ മുതൽ മാതാവിനെയും കൊണ്ട് അല്ലെ ആ കുഞ്ഞിനെയും കൊണ്ട് മാതാവ് ഓടി നടന്ന ചരിത്രങ്ങളും, അവസാനം പേർവഴിയാർത്താൻ പോകുമ്പോൾ ജനിക്കുവാനുള്ള സ്ഥലം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നതും ഒക്കെ ഒരമ്മയുടെ അവസ്ഥയാണ്. അപ്പം കഷ്ടപ്പാടും നൊമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അമ്മയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. മക്കളും ശ്രദ്ധിക്കുക. പ്രായമാകുമ്പോൾ ഈ അമ്മ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കേണ്ട ഒരാളല്ല. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പന്മാരെ വിട്ടുപോകുന്നതെന്ന് കരുതരുത് കേട്ടോ. അമ്മയുടെ കാര്യം വേണമെങ്കിൽ പറയുന്നുള്ളൂ ഉള്ളൂ. ഞങ്ങളാണല്ലോ ഇതൊക്കെ അന്വേഷിച്ചു കൊണ്ട് കൊടുക്കുന്നത്, ഞങ്ങളെ അങ്ങ് വിട്ടുപോയല്ലോ എന്ന് ചിന്തിക്കരുത്. അപ്പോൾ വളരെയധികം പ്രായമാകുമ്പോൾ ഇവരെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി വൃദ്ധഭവനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭവനത്തിലോ കൊണ്ടുവച്ചിട്ട് ജീവിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് അമ്മയുടെ നോമ്പ് അനുഷ്ഠിക്കുന്നവർ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആദ്യമേ ഓർപ്പിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം
22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഈ 17-ാം അധ്യായം ആദ്യം മുതൽ നമ്മൾ ആരംഭമായി നോക്കിയാൽ തന്നെയും കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ശിഷ്യന്മാരെ സംബന്ധിച്ച് വളരെ ദുഃഖത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിയ കാര്യമാണ്. കർത്താവിൻ്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ 22-23 വാക്യം അതിനെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുമാണ്. അത് കഴിയുമ്പോഴാണ് ശിഷ്യന്മാരുടെ ദുഃഖവും മനസ്സും കണ്ട് പിതാക്കന്മാർ പറയുന്നതാണ്, ഇവരുടെ ചിന്തയെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയാണ് കർത്താവ് കരം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ അവസാനം സൂചിപ്പിക്കുന്നത്. ഒരു ദുഃഖത്തിൽ നിന്ന് മാറണമെങ്കിൽ വേറൊരു ദുഃഖം കൊടുത്തെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ, അല്ലെങ്കിൽ വേറൊരു അധ്വാനം കൊടുത്തെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ, ഒരു പ്രയത്നം കൊടുത്തെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ. എങ്കിലേ ആ കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ദുഃഖം ഉണ്ടായപ്പോൾ ആ ദുഃഖത്തെ അകറ്റുവാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിട്ടാണ് പിതാക്കന്മാർ ഇതിനെ ഇവിടെ കുറിച്ചിരിക്കുന്നത്. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ദേവാലയത്തിന് കരം കൊടുക്കുക എന്നൊരു പാരമ്പര്യമുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ ഇടവകൾ പള്ളികളിലൊക്കെയും മാസവരിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിന് നികുതി കൊടുക്കുക എന്നൊരു പാരമ്പര്യമുണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് ശിഷ്യന്മാർ കടന്നു വരുമ്പോൾ പത്രോസിനോട് മൂപ്പനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, നിങ്ങളുടെ പിതാവല്ലേ, നിങ്ങളുടെ നാഥൻ കരം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഊവോ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചു, ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു, പുത്രന്മാരോടോ അന്യരോടോ എന്ന് പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കണമെന്ന് നീ കടലിലേക്ക് എന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായ തുറന്ന് അതിൽ നിന്ന് എടുക്കുന്ന ചതുർധർമ്മപ്പണം എനിക്കും നിനക്കും വേണ്ടി നൽകുക എന്ന് പത്രോസിനോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്ന കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കരം കൊടുക്കുമ്പോൾ കർത്താവ് ഇവിടെ 2 കാര്യങ്ങൾ ഈ കരം കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സ്വന്തം അവകാശങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ഇവിടെ കർത്താവ് ചെയ്തത് അതാണ്. കർത്താവ് യഹൂദ ദേവാലയത്തിൻ്റെ ക്രമം അനുസരിച്ച്, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിൽ കരം കൊടുക്കണമെന്ന് വരുമ്പോൾ കരം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കർത്താവിന് വാദിക്കാമായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതാക്കിയ എനിക്ക് അവകാശപ്പെട്ടതാണ്, എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. എന്നാൽ ഇവിടെ കർത്താവ് ഇതിൻ്റെ എല്ലാം ഉടയവനും രക്ഷകനും സംരക്ഷകനും നടത്തിപ്പോകാനുമായിട്ട് പറഞ്ഞു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, കാര്യങ്ങൾ ഭംഗിയായി പോകാൻ വേണ്ടി, സ്വന്തമായ അവകാശം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് സ്വന്തം അവകാശത്തിന് വേണ്ടി. ഇതാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. മാതാവിൻ്റെ മധ്യസ്ഥ ഓർക്കുമ്പോൾ ഇത് നമ്മൾ ഓർത്തിരുന്നോണം. നോമ്പ് നോക്കുമ്പോൾ സ്വന്തം ആവശ്യം നേടുവാൻ വേണ്ടി അല്ല നോമ്പ് നോക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദൗത്യം, സാക്ഷ്യം ലോകത്തിന് നൽകുവാൻ വേണ്ടിയാണ് നാം നോമ്പ് നോക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. സ്വന്തം കാര്യം ദൈവം നടത്തിക്കോളും. സമൂഹത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ഒക്കെയുമാണ് നാം പ്രവർത്തിക്കേണ്ടതെന്ന് കർത്താവിടെ വളരെ ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ട്. അല്ല, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അതിനെ പ്രതികരിക്കുകയും അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കുകയും അതിനുവേണ്ടി മറ്റു പല മുറകളുണ്ടാക്കുകയും മുറകളെടുക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു ആവശ്യമാണ്, ഒരു കാര്യമാണെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കുക. സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി അവകാശങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ സഭയിൽ ഈ പ്രശ്നങ്ങളോ, കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളോ, സമൂഹത്തിൽ ഈ പ്രശ്നങ്ങളോ, അല്ലേ, വീതം വെക്കുമ്പോഴായാലും ഇങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ട് പോകാം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ അമ്മ മക്കളെ മറന്നുള്ള പ്രവർത്തനങ്ങളായാലും അപ്പൻ മക്കളെ മറന്നുള്ള പ്രവർത്തനങ്ങളായാലും ഇതൊക്കെയും സ്വന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നോക്കുമ്പോൾ തുല്യമായിട്ട് കാണുവാനും കരുതുവാനും ഉള്ളൊരു മനസ്സ്
സമാധാനം നമുക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ചെയ്യുവാൻ സാധിച്ചേനെ. അപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സമാധാനമല്ല, അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ കർത്താവ് പറയുന്ന ക്രിസ്തീയ ദൗത്യം, ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി ആരുമായിക്കൊള്ളട്ടെ, എങ്ങനെയുമായിക്കൊള്ളട്ടെ, ഏത് സ്ഥാനത്തായിരിക്കുന്നവരായിക്കൊള്ളട്ടെ, അവകാശങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം. ഇന്ന് പലപ്പോഴും നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഏതു വ്യക്തിയെയും എങ്ങനെയും ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയും നശിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്, നാം നിങ്ങളും എല്ലാം. ഇത് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകിച്ച്, ഒന്നാമത് പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സ്വന്തം അവകാശങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. രണ്ടാമത്, ഒരു പൗരൻ എന്ന നിലയിൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ നിയമങ്ങളും അംഗീകരിക്കുവാനും പാലിക്കുവാനും ക്രിസ്ത്യാനി ബാധ്യസ്ഥനാണ്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ അവകാശങ്ങളും നിയമങ്ങളും ദൈവത്തിൻ്റെ പ്രതിപക്ഷനായ ദൈവത്തിൻ്റെ പുരോഹിത വർഗമെന്ന് അവകാശപ്പെടുന്ന നമ്മൾ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതിന് നമ്മൾ ഉത്തരവാദികളാണ്, ബാധ്യസ്ഥരാണ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം. അതിനും കർത്താവിടെ പല കാര്യങ്ങളും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ കരം കൊണ്ട് കർത്താവിനെ കൊടുക്കുവാൻ വേണ്ടി ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, മേലെടുത്ത് നോക്കുക, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും. അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് സഭയുടെയും സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഒക്കെയും അതിർവരമ്പുകളും ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കൊടുക്കുവാനുള്ളത് ഏത് മേഖലയിലാണേലും നിയമത്തിൻ്റെയും ചട്ടത്തിനും വിധേയമായിട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം. സമൂഹത്തിൽ തിന്മ പ്രവർത്തിക്കാതെ നന്മയ്ക്ക് വേണ്ടി, നന്മയുടെ പാതയ്ക്ക് വേണ്ടി, നല്ല വഴിക്ക് വേണ്ടി, ആ ലക്ഷ്യമായിരിക്കണം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ആരാധന അർപ്പിക്കുന്ന ഞങ്ങളും ആരാധന സംബന്ധികളാകുന്ന നിങ്ങളും നോമ്പ് നോക്കുന്ന നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടിയും എങ്ങനെയും എന്തും ചെയ്യുന്ന രീതിയിൽ നിന്ന് നാം ഇന്ന് ക്രൈസ്തവർ മാറേണ്ടിയിരിക്കുന്നു എന്ന് പ്രത്യേകിച്ച് നാം ഓർക്കുക. അവിടെ ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് നാം കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നന്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം അവകാശങ്ങളെ ഉപേക്ഷിക്കുക, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി. രണ്ടാമത് പറയുന്നുണ്ട്, ഒരു പൗരൻ എന്ന നിലയിൽ തൻ്റെ രാഷ്ട്രത്തിനും തൻ്റെ നിലനിൽപ്പിന് വേണ്ടി വേണ്ട ന്യായങ്ങളും നീതിയായ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തു കൊടുക്കുവാനും ഇവിടെ പറയുന്നുണ്ട്. മൂന്നാമത് ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കരം കൊടുക്കുന്നതിൻ്റെ മാർഗത്തെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. എങ്ങനെ കരം കൊടുക്കണം? വല്ലവൻ്റെ വിഹിതം എടുത്ത് കൊടുക്കുവാനോ അല്ലെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കൊടുക്കുവാനോ ഒന്നും അല്ല പറഞ്ഞത്, അല്ലേ? നീ പോയി ചൂണ്ടയിടുക, ചൂണ്ടയിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ മത്സ്യത്തിൻ്റെ വാ തുറന്നു നോക്കുക, അതിൽ നിന്നിട്ടുള്ള പണം എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. അത് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ പറയുന്നുണ്ട്, വിയർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലേ? ഇന്ന് വിയർക്കാതെ പലപ്പോഴും കഴിക്കുന്നു, കഴിക്കുമ്പം വിയർക്കും, ചൂടുകാലമായതുകൊണ്ട്. വിയർപ്പോടുകൂടി ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ സ്വസ്ഥമായി കൃഷിയെല്ലാം നിർത്തി, വിയർപ്പുക എല്ലാം കൃഷികളും നിർത്തിയിട്ട് ഇപ്പോൾ നമ്മളിന്ന് പറയുന്നുണ്ട്, എല്ലാം വില വർദ്ധിക്കുന്നു പച്ചക്കറിക്ക്. സ്വന്തം നാട്ടിൽ 5 പൈസ കൈ കൊണ്ട് മെനക്കെട്ട് ജോലി ചെയ്യത്തില്ല. ഏതെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് അതിന് വില കിട്ടണം. നമുക്കും കിട്ടുന്ന, വിൽക്കുന്ന, വാങ്ങിക്കുന്ന, ഉണ്ടാക്കുന്ന സാധനത്തിന് വില കിട്ടണം. ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ റബ്ബറായി ഇഷ്ടം പോലുള്ളത്. റബ്ബറിന് വില കുറഞ്ഞാൽ നമ്മളെല്ലാവരും പരാതിയായിട്ടില്ല, റബ്ബറിന് വില കൂട്ടണമെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഓർക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളും. അപ്പൊ സ്വന്തമായി 5 പൈസയുടെ ജോലി ചെയ്യാതെ കലുങ്ങയിലും പാലത്തേലും അല്ലെങ്കിൽ എവിടെങ്കിലും ഇരുന്ന് മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറഞ്ഞിട്ട് മറ്റുള്ളവൻ അധ്വാനിക്കുന്ന എനിക്ക് ഈസി ആയിട്ട് കിട്ടണം, വെറുതെ കിട്ടണം, ഇതാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. അല്ലെങ്കിൽ യൂണിയൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവിടെ അതിനുവേണ്ടി പ്രതികരിക്കുക. ഈ പ്രതികരിക്കുന്ന ഒരുത്തിനും 5 പൈസയുടെ ജോലി എഴുത്തുമില്ല. ഇതാണെന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അത് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറയുന്നു, വിയർപ്പോടുകൂടി ഭക്ഷണം കഴിക്കണം. ഇത് നാം പ്രത്യേകിച്ച്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അധ്വാനിച്ച്
അതിൽ നിന്ന് കിട്ടുന്ന ഫലം അത് വേണം എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുവാൻ വേണ്ടിയുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധി നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. വല്ലവൻ്റെയും മോഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ, വല്ലവൻ്റെയും പിടിച്ചു പറിച്ചെടുത്തു കഴിഞ്ഞാൽ, നമുക്ക് സാധ്യമല്ലാത്തത്, നമുക്ക് അനുവദനീയമല്ലാത്തത്, നമുക്ക് അംഗീകരിക്കാനല്ലാത്തത് ആര് വാങ്ങിച്ചാലും ശരി നാളെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് നമുക്ക് സമൂഹത്തിൽ നോക്കിയാൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതങ്ങൾ പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിത് സക്കായി പറഞ്ഞ പോലെ ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആരും എന്നുള്ളവർ സന്തോഷിക്കാമെന്ന് കരുതണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കുന്നവർ സന്തോഷിക്കാമെണ്ട. ഇതിനുവേണ്ടി പ്രതിരോധിക്കുവാൻ സംഘടനകൾ ഉണ്ടാക്കുന്നവരും അങ്ങനെ ചിന്തിച്ചുകൊള്ളുക. ഇതിനൊക്കെ ഒരു ദിവസം തിരിച്ചടി ഉണ്ടാകും. ഇതിനെയൊക്കെ ഒരു ദിവസം ചോദിക്കുന്നൊരു കാലഘട്ടം വരും. അന്ന് നമ്മുടെ തലമുറകൾ പറയും, എൻ്റെ പൂർവികർ ചെയ്തതിൻ്റെ ഭാവമാണ് ഞാനിപ്പോൾ അനുഭവിക്കുക. നമ്മൾ ചോദിക്കും, എന്താ ഇവൻ ഇങ്ങനെ ആയിപ്പോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് അധ്വാനം കൊണ്ട്, ഫലം കൊണ്ട്, അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ദൈവത്തിനും എനിക്കും നിനക്കും വേണ്ടി നൽകുവാനുള്ള ആത്മീയവും ഭൗതികമായ കാര്യങ്ങൾ നടത്തുവാനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓർക്കുക. അതുകൊണ്ട് കർത്താവ് നല്ലപോലെ അധ്വാനം ജീവിച്ചവനാണ്. 30 വയസ്സ് വരെ മരപ്പണി ചെയ്ത് അതിൻ്റെ പണം കണ്ട് അത് ആസ്വദിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞ് ജീവിച്ചവനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്രൈസ്തവനായിരിക്കുന്ന പിൻഗാമികളാണെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അധ്വാനത്തിൽ കൂടി ഫലം കാണുവാനും അത് ദൈവത്തിന് കൊടുക്കുവാനും, ദശാംശങ്ങൾ ദൈവത്തിന് കൊടുക്കുവാനും. നമുക്ക് പലപ്പോഴും ദശാംശം കൊടുക്കാനില്ല, ചോദിച്ചാൽ ഇല്ല നമ്മുടെ ഒന്നും ആരുടെ കൈ. നമുക്ക് തികയത്തില്ല, പിന്നെ അങ്ങനെ കൊടുക്കാനൊക്കെ അല്ലേ. അതുകൊണ്ട് ദശാംശങ്ങൾ കൊടുക്കുവാനുള്ള ഒരു മനസ്സും ചിന്തയും നമുക്കുണ്ടാകട്ടെ. അതാണ് നോമ്പിൻ്റെ ഉദ്ദേശം, അതാണ് പ്രാർത്ഥനയുടെ ഉപദേശം, അതാണ് ഉപവാസത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഉച്ച വരെ ഭക്ഷിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് 3 നേരത്തെ കൂടെ ഒന്നിച്ച് കഴിച്ചാൽ അത് ഉപവാസമാകത്തില്ല, അത് പ്രാർത്ഥനയും ആകത്തില്ല. അതുകൊണ്ട് കിട്ടുന്നതിൻ്റെ ദശാംശം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊടുക്കുവാനുള്ള കൊടുത്തുകൊണ്ട് കർത്താവ് ഇപ്പോൾ നമ്മൾ പറയുന്നുമുണ്ട്, കരം കൊടുക്കേണ്ടത് അധ്വാനത്തിനെടുത്ത് കൊടുക്കുവാനുള്ള ദശാംശങ്ങൾ കൊടുത്തുകൊണ്ട് സഭയും സമൂഹത്തെയും സംരക്ഷിക്കുവാനും കരുതുവാനും നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നാം അകന്നുപോയി ജീവിച്ചുവെങ്കിൽ അത് ക്രിസ്ത്യാനിയുടെ ജീവിതമല്ല, ക്രിസ്തുവിൻ്റെ ജീവിതമല്ല, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരുടെ ജീവിതമല്ല എന്ന് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ആ ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ